അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒരു രൂപം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമയത്ത് വീഡിയോയിൽ വന്നിട്ടുള്ളത്. രണ്ട് സന്തോഷങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് വലിയ പെരുന്നാൾ. രണ്ട് പെരുന്നാൾക്കും നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിൻ്റെ ഒരു രൂപം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇപ്പോൾ നമ്മളുള്ളത് ചെറിയ പെരുന്നാളിലാണ്. ആയതുകൊണ്ട് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ആദ്യം നിയ്യത്ത് ചെയ്തതിന് ശേഷം, എന്താ നിയ്യത്ത് ചെയ്യുക? ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു. അതല്ലെങ്കിൽ ഉസല്ലി സുന്നത്തുൽ ഈദുൽ ഫിത്തർ, ചെറിയ രൂപത്തിൽ ഈദുൽ ഫിത്തറിൻ്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ചെറിയ പെരുന്നാൾ എന്നുള്ളത് ചെറിയ പെരുന്നാളിൽ നിന്ന് തന്നെ കരുതണം. വലിയ പെരുന്നാളിൽ നിന്ന് വലിയ പെരുന്നാളിൽ നിന്ന് തന്നെ കരുതണം. വെറും പെരുന്നാൾ നിസ്കാരം എന്ന് വെച്ചാൽ പോരാ. നിയ്യത്ത് ചെയ്തതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കെട്ട്, അല്ലാഹു അക്ബർ. അതിനുശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിന് ശേഷം വീണ്ടും തക്ബീർ കെട്ടുകയാണ്, അല്ലാഹു അക്ബർ. ആ സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റിനെ അവിടെ കൊണ്ടുവരിക. ഇങ്ങനെ 7 തക്ബീർ അയച്ച് നമ്മൾ കെട്ടേണ്ടതുണ്ട്. നിയ്യത്ത് കഴിഞ്ഞതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ജഹത്ത് ഓതി പിന്നെ 7 തക്ബീറുകൾ നമ്മൾ ചൊല്ലണം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വീണ്ടും തക്ബീർ ഇട്ട് അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെ 7 തക്ബീർ കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്ത് ഓതുക. ഇനി അത് കഴിയാത്ത ആളുകൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. എന്നിട്ട് സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കുക. രണ്ടാമത്തെ തക്ബീറിലേക്ക് നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ. അതിനുശേഷം 5 തക്ബീർ അവിടെ ചൊല്ലണം. ആ തക്ബീർ ഒഴികെ 5 തക്ബീറുകൾ. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ദിക്റിനെ കൊണ്ടുവരിക. എന്നിട്ട് സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കുക. 2 റക്അത്താണ് ഉണ്ടാവുക. അതിൽ അത്തഹിയ്യാത്തിരുന്ന് സലാം വിട്ടുക. ഇതാണ് പെരുന്നാൾ നിസ്കാരം. എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ നിസ്കാരം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സുന്നത്താക്കപ്പെട്ട ഒരു നിസ്കാരമാണ്. പുരുഷന്മാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം അത് കഴിഞ്ഞു പോകാത്ത രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി അതിനൊരു സമയം കണ്ടെത്തി പ്രത്യേകം സ്ത്രീകളും ഈ നിസ്കാരം നിർവഹിക്കണം. ഇതാണ് നിസ്കാരത്തിൻ്റെ രൂപം. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വിഷയം, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ സൂറത്തുൽ ഗാശിയ, അല്ലാഹു തആല ഹദീസുൽ ഗാശിയ, അതിന് കഴിയാത്ത ആളുകൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും, സബ്ബിഹ് ഇസ്മി, പിന്നെ അല്ലാഹു തആല ഹദീസുൽ ഗാശിയ. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും ശ്രദ്ധിക്കുക.